Hello everyone, good morning. Today in this video lecture, we are going to look to the short story named Kamala. We discussed the introduction about this short story Kamala. We discussed about the author Santosh Echikkanam, his important works, and the importance of the title with the novel Juan Rulfo's Pedro Paramo. We discussed something in introduction in the part of introduction. Now let us move directly to the short story Kamala. Okay, so Kundur Vishan is a 45-year-old man who attracted media attention with a board hung in front of his house saying, owing to serve debt, we will commit collective suicide at the stroke of midnight on 15th August. This public declaration is a pointer to the economic, social, and psychological inequalities that contemporary Kerala faces. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കുണ്ടൂർ വിഷൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഓഗസ്റ്റ് 15 ഞങ്ങൾ കടം കൊടുക്കാനുണ്ടായതുകൊണ്ട് കടബാധ്യത ഉണ്ടായതുകൊണ്ട് കൂട്ടാത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ മുമ്പിൽ ബോർഡ് എഴുതി വെച്ചുകയാണ്. അപ്പം അങ്ങനെ ഒരു മീഡിയ അറ്റൻഷൻ നേടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയ അറ്റൻഷന് വഴിവെച്ച ഒരു വ്യക്തിയാണ് കുണ്ടൂർ വിഷൻ. അപ്പോൾ ആ ഒരു സംഭവം കേരളത്തിൻ്റെ സമകാലിക ഇനാക്വാലിറ്റീസിനെ കാണിക്കുന്നുണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള ഇനാക്വാലിറ്റീസിനെ കാണിക്കുന്നുണ്ട്, എക്കണോമിക് ആയിട്ടുള്ള സോഷ്യലായിട്ടുള്ള ഇനാക്വാലിറ്റീസിനെ കാണിക്കുന്ന ഒരു സംഭവമാണെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്. Okay, will Vishan and his family die or not? To answer this question that is disturbing our sleep, we have Shri Vishan on the line with us. What will be the consequences if such a wide threat turns real on the 59th Independence Day of India, and who will be at fault? The Vellore Service Cooperative Bank, or Sudhakaran son of Kunnaman residing at Vellore, East Survey number 1256/83, who borrowed Rs 50,000 with Vision standing surety. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, ന്യൂസ് റീഡർ അല്ലെങ്കിൽ ആങ്കർ ഇവിടെ ചോദിക്കുകയാണ്, മീഡിയ ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. ഒരു സംഭവം നടന്നാൽ കുറേ ആളുകളൊക്കെ വിളിച്ചിരുത്തി മീഡിയ ചർച്ച നടക്കുമല്ലോ, അങ്ങനെയുള്ള ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആങ്കർ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ ഉറക്കം കെടുത്തിയിട്ടുള്ള ഈ ഒരു ന്യൂസ് അത് നടന്നാൽ എന്ത് സംഭവിക്കും, ആരാണ് അതിന് ഉത്തരവാദി, ആ ഒരു ബാങ്കിൻ്റെ ഏരിയ പറയുന്നുണ്ട്, പേര് പറയുന്നുണ്ട്, അത് വെള്ളൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കോ, സുധാകരൻ ആരാണ്, കുണ്ടൂർ വിഷൻ്റെ സുഹൃത്താണ് സുധാകരൻ, ഇതിനാരാണ് ഉത്തരവാദി, ഓക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം മീഡിയ ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. കുണ്ടൂർ വിഷൻ നമ്മോട് കൂടെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, to speak about the various aspects of this problem that Kerala is following with a great deal of interest and anxiety, we have with us in the studio Dr. C. Nandakumar, well-known psychologist, writer and social activist, Sri Madhavan Nair, Secretary, Vellore Cooperative Service Bank, and Sri Alex Punnus of the National Crime Records Research Bureau. And on the telephone line we have Sri Kundur Vishan and Advocate Fatima Begum. News time continues after a short break. അപ്പോൾ ന്യൂസ് റീഡർ പറയുന്നുണ്ട്, ആങ്കർ പറയുന്നുണ്ട്, ഇവിടെ നമുക്ക് ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നന്ദകുമാറുണ്ട്, ഒരു സൈക്കോളജിസ്റ്റാണ്, റൈറ്ററാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് വ്യക്തികളുടെ പേര് പറയുന്നുണ്ട്. മാധവൻ നായരുണ്ട്, ആരാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറിയാണ്. അലക്സ് പുന്നൂസ് ആരാണ്, നാഷണൽ ക്രൈം റെക്കോർഡ് റിസർച്ച് ബ്യൂറോയിലൊരു മെമ്പറാണ്. ഫോൺ ലൈനിൽ ആരുണ്ട്, ഫോൺ ലൈനിൽ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ കുണ്ടൂർ വിഷനുണ്ട്, അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗും ഉണ്ട്. ഇപ്പോൾ ന്യൂസ് ഒരു അഡ്വർടൈസ്മെൻറ്റിന് ശേഷം, ഒരു പരസ്യത്തിന് ശേഷം തുടരും. ആ പരസ്യവാചകമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. വി ആർ വിത്ത് യു ടു മേക്ക് യുവർ ഡ്രീം ഹോം എ റിയാലിറ്റി. മുലു ടവേഴ്സ് ആൻഡ് റെസിഡൻസി, ബെറ്റർ ലൊക്കേഷൻ, ബെറ്റർ ലൈഫ് സ്റ്റൈൽ ക്രിയേഷൻ ഫോർ ജനറേഷൻസ്. ദിറ്റ്സ് ആക്ച്വലി ദ അഡ്വർടൈസിംഗ് ലൈൻസ്. News time continues. Shri Vishan, can you hear me? What exactly happened? Could you tell us something about your family background? I am Vishan from Kundur. Yes, Vishan, we can hear you. Go on. അദ്ദേഹം ചോദിക്കുകയാണ്, കുണ്ടൂർ വിഷൻ, എന്താണ് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എന്താണ് സംഭവിച്ചത്, എന്നെ കേൾക്കാമോ, കാര്യങ്ങൾ പറയൂ. അപ്പോൾ വിഷൻ മറുപടി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, പോകൂ, മുന്നോട്ട് പോകൂ, പറയൂ. I have wife and 2 daughters. Had to put together this 7.5 cent plot and the house starving, not been plastered yet. Somehow managed the concrete roofing and started living last tulam. If the bank takes it away, there is no other way but suicide. അപ്പോൾ കുണ്ടൂർ വിഷൻ പറയാണ്, എനിക്ക് ഒരു ഭാര്യ 2 പെൺകുട്ടികളാണുള്ളത്,
ARSൻ്റെ ഭൂമിയിൽ ചെറിയൊരു വീടാണ്, തേച്ചിട്ടില്ല, പ്ലാസ്റ്ററിങ് ചെയ്യാതെ തേക്കാത്ത വീടാണ്. കഴിഞ്ഞ തുലാം മാസത്തിൽ എങ്ങനെയൊക്കെയോ പണമൊക്കെ ഒപ്പിച്ചിട്ട് കോൺക്രീറ്റ് മീൻസ് വാർപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ ജസ്റ്റ് കുടിയിരുന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ബാങ്ക് ആ വീട് ജപ്തി ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് കുണ്ടൂർ വിഷൻ പറയാണ്. Vishen, how did you get into this debt trap? Didn't get into it, was forced into it. My friend Sudhakaran, I shifted to Kundu 2 years ago. We studied together, sitting at the same bench in the government high school, Vellore. I have still not forgotten what Podwal sir taught us. Helping others is an act of holiness. It's the same sentence that Sudhakaran uttered, skiing my palm after getting my signature as the first surety one day. കുണ്ടൂർ വിഷനോട് ന്യൂസ് റീഡർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഒരു ട്രാപ്പിൽ നിങ്ങൾ അകപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലെത്തിയത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ കുണ്ടൂർ വിഷൻ പറയുന്നുണ്ട്, ഞാൻ ഇതിൽ അകപ്പെട്ടതല്ല, എന്നെ അകപ്പെടുത്തിയതാണ്, എന്നെ ഫോഴ്സ് ചെയ്ത് ഇതിൽ അകപ്പെടുത്തിയതാണ് എൻ്റെ ഫ്രണ്ട് സുധാകരനാണ് എന്നെ ഇതിൽ അകപ്പെടുത്തിയത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറയുന്നുണ്ട്. കുണ്ടൂരിലോട്ട് ഞാൻ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഞാനും സുധാകരനും ഒരുമിച്ച് പഠിച്ചതാണ്. ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ്. അന്ന് പൊതുവാൾ സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്കിപ്പോൾ ഈ ഓർമ്മയുണ്ട്. എന്താണെന്ന് പറഞ്ഞത്, ഹെൽപ്പിംഗ് അതേഴ്സ് ഈസ് ആൻ ആക്ട് ഓഫ് ഹോളിനെസ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഒരു ഹോളിനെസ് ആണ്. അത് ദൈവികപരമായിട്ടുള്ള അത്രയും വിശുദ്ധമായിട്ടുള്ള ഒരു ആക്റ്റാണ്, ഒരു പ്രവൃത്തിയാണ്. ആ ഒരു സെയിം സെൻറ്റൻസ് ആയിരുന്നു സുധാകരൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് കരഞ്ഞ് എൻ്റെ ഒപ്പ് ഈ ലോണിന് വേണ്ടിയിട്ട് 1-ാം ജാമ്യം നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പ് വാങ്ങാൻ വേണ്ടിയ സമയത്ത് എന്നോട് പറഞ്ഞ സെയിം സെൻറ്റൻസും ഇത് തന്നെയായിരുന്നു. Okay, in my house after a lot of weeping and crying, helping others is an act of holiness and sin is hurting others. അന്ന് സുധാകരൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു വേർഡ്സാണ് പറഞ്ഞത്. ഓക്കെ, മറ്റുള്ളവരെ സഹായിക്കൽ ഒരു ഹോളിനെസ് ആയിട്ടുള്ള ആക്റ്റാണ്. പക്ഷേ സിൻ ഈസ് ഹേർട്ടിങ് അതേഴ്സ്, എന്നാൽ പാപം ചെയ്യലും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. I'll never forget this help. And he wiped his tears, never forget to ask me if you need anything. 3 years later, when a bank notice arrived with the figure 50,000 and interest, I asked him, I have 2 daughters. Sudhakaran, have you turned us homeless? അപ്പോൾ അന്ന് സുധാകരൻ കുണ്ടൂർ വിഷൻ്റെ വീട്ടിൽ വന്നിട്ട് ഒപ്പൊക്കെ വാങ്ങിച്ചിട്ട് പോയി. പിന്നെ ആ വഴിക്ക് കണ്ടിട്ടില്ല. കുണ്ടൂർ വിഷൻ എന്ന് സുധാകരൻ ഒരുപാട് കരഞ്ഞ് തൻ്റെ പരിതാപകരമായ അവസ്ഥകളൊക്കെ പറഞ്ഞിട്ടാണ് കുണ്ടൂർ വിഷൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഒപ്പ് അദ്ദേഹം ഈ ഒപ്പിട്ട് കൊടുത്തത് തന്നെ. ഓക്കെ, ഒപ്പ് എങ്ങനെയൊക്കെ തരപ്പെടുത്തിയതാണ് തൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുണ്ടൂർ വിഷനോട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തെങ്കിലും സഹായം വരുമ്പോൾ എന്നെ ചോദിക്കാൻ മടിക്കണ്ട, എന്നോട് വിളിക്കാൻ മടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് സുധാകരൻ. പക്ഷേ അതിനുശേഷം പിന്നെ അദ്ദേഹത്തെ ആ വഴിക്ക് കണ്ടിട്ടില്ല. 3 വർഷങ്ങൾക്ക് ശേഷം കുണ്ടൂർ വിഷൻ്റെ വീട്ടിലോട്ട് ഒരു ബാങ്ക് നോട്ടീസ് എത്തുന്ന സമയത്താണ് അതിൽ കാണുന്നത് സുധാകരൻ പണമൊന്നും തിരിച്ചടച്ചിട്ടില്ല. അപ്പോൾ 50,000 രൂപയും അതിൻ്റെ പലിശയും കൂടി ഒരു സംഖ്യ ഇപ്പോൾ ആരാണ് അടക്കാനുള്ളത്? കുണ്ടൂർ വിഷൻ്റെ മേലിലോട്ടാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ കുണ്ടൂർ വിഷൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഐ ഹാവ് 2 daughters. സുധാകരൻ, ഹാവ് യു ടേൺഡ് us homeless? എനിക്ക് 2 പെൺമക്കളാണുള്ളത്, നീ എന്നെ വീടില്ലാതാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനസ്സിൽ. All right, Vishen, we'll get back to you. Madhavan Nair, Secretary Vellore Service Cooperative Bank, is here with us. Shri Nair, an innocent man is going to commit suicide because of the bank, where you are the secretary. How do you respond to this? അപ്പോൾ ചർച്ച കുണ്ടൂർ വിഷനിൽ നിന്നും ഈ ഒരു മാധവൻ നായരിലോട്ട് വരികയാണ്. ആ വെള്ളൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ന്യൂസ് റീഡർ ചോദിക്കുന്നുണ്ട്, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ നിങ്ങളുടെ ബാങ്ക് കാരണം ആത്മഹത്യ ചെയ്യാൻ പോവാണ്, ആ ബാങ്കിൻ്റെ പ്രസിഡന്റ് നിങ്ങളാണ്, നിങ്ങളുടെ റെസ്പോണ്ട് എന്നത് ചോദിക്കുന്നുണ്ട്. ഓൾ റൈറ്റ്, ഓക്കെ, we can act only under the Cooperative Bank Act. It was Sudhakaran who obtained the loan. If he fails to repay the loan, it's imperative that the first surety repay the capital and the interest amounting to rupees 90,345. അപ്പോൾ ഒരു സംഖ്യ ആയിട്ടുണ്ട്. ഇപ്പോൾ 50,000 രൂപ എടുത്തതിപ്പോൾ 90,000 രൂപയുടെ മേലക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ലോൺ എടുത്ത ആൾ പണം അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യ ജാമ്യം നിന്ന ആളാണ് പണം എടുക്കേണ്ടത് എന്നുള്ള ബാങ്കിൻ്റെ റൂളാണ്. ആ റൂളിലൂടെ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. or else the bank can do nothing except confiscate Vishen's house and the surrounding plot. അല്ലാന്നുണ്ടെങ്കിൽ ഈ കൊണ്ടൂർ വിഷൻ്റെ ആ ഒരു വീട് വെച്ച ARSൻ്റെ സ്ഥലം, ആ വീട് ഞങ്ങൾ ജപ്തി ചെയ്യും. Did you inform Vishen about the gravity of the situation? അപ്പോൾ ന്യൂസ് റീഡർ ചോദിക്കുന്നുണ്ട് സെക്രട്ടറിയോട്, നിങ്ങൾ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ സെക്രട്ടറി പറയുന്നുണ്ട്, certainly we have followed all the bank's procedures including sending the
sending the registered notice. We tried our best to defend the confiscation. We gave Vision enough and more time. All he could repay, however, was a mere 7,000. Now with the interest, it again goes up to 90,000. ഇപ്പോൾ സെക്രട്ടറി പറയുന്നുണ്ട് ഞങ്ങൾ ആവശ്യത്തിന് സമയം കൊടുത്തു, അതിന് മുമ്പ് അയക്കാനുള്ള നോട്ടീസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ജപ്തി മാറ്റിവെക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല. കൊണ്ടൂർ വിഷൻ ആകെ തിരിച്ചടച്ചിട്ടുള്ളത് വെറും 7,000 രൂപ മാത്രമാണ്. ഇപ്പോഴാണെങ്കിലോ വീണ്ടും അതിൻ്റെ പലിശ കൂടി വീണ്ടും 90,000 രൂപേൻ്റെ മേലേക്ക് ഇപ്പോൾ വീണ്ടും സംഖ്യ പോയിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ബാക്ക് ടു വിഷൻ. ഹലോ വിഷൻ, യു ഹേർഡ് വാട്ട് ദ ബാങ്ക് സെക്രട്ടറി സെഡ്. കൊണ്ടൂർ വിഷനിലോട്ട് വീണ്ടും വരികയാണ് ചർച്ച. യെസ് സർ, what he said is right. He can be condemned to saying a mere 7,000, but do you know how much my Radha had toiled and tired to raise that money? At last, with her knees swollen, she had to take medicines from the Palakada Vaidya for a week. അപ്പോൾ കൊണ്ടൂർ വിഷൻ പറയാണ്, ഞാൻ കേട്ടു സെക്രട്ടറി പറഞ്ഞത്. അദ്ദേഹം വളരെ പുച്ഛമായിട്ടാണ് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, വെറും കേവലം 7,000 രൂപ എന്ന്. പക്ഷെ നിങ്ങൾക്കറിയോ, ആ 7,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വൈഫ് രാധ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട്. ടൈലറിംഗ് ആണ് എൻ്റെ ഭാര്യ ചെയ്യുന്ന ജോലി. അവൾ ടൈലറിംഗ് ചെയ്ത് അവളുടെ കാലൊക്കെ വീങ്ങി, അങ്ങനെയാണ് 7,000 രൂപ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കാല് വീങ്ങിയത് കാരണം പൊള്ളാക്കട വൈദ്യരുടെ അടുത്തുനിന്ന്, അവരുടെ നാട്ടിലുള്ള ഒരു വൈദ്യരാണ്, അവരുടെ അടുത്തുനിന്ന് ഒരു ആഴ്ചത്തേക്ക് മരുന്നൊക്കെ വാങ്ങി കഴിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. വിത്തിൻ മീ ദർ ഇസ് എ പുവർ മാൻ. എൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിലോ ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള പാവ മനുഷ്യനാണ്. So isn't that the reason why I took 7,000 or whatever it is to be the bank and stood bowing before the secretary? Is there a greater humiliation in this world than a man bowing before another? I suffered it too for Sudhakaran's sake. Now all I have left with this house and the plot of the land. ഇപ്പോൾ കൊണ്ടൂർ വിഷൻ ചോദിക്കാണ്, ഓക്കെ, ഈ 7,000 രൂപ ഞാൻ അടച്ചു, ഇനി ഞാൻ എന്താണ് വേണ്ടത്, എന്നെക്കൊണ്ട് കഴിയാമെന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മീൻസ് സുധാകരൻ്റെ അദ്ദേഹം ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ബാങ്കിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ കൈകൂപ്പി നിൽക്കണോ, വണങ്ങി നിൽക്കണോ, അവരുടെ മുമ്പിൽ ഞാൻ തലകുനിച്ച് അവരെ തൊയ്ത് നിൽക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ കൊണ്ടൂർ വിഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈസ് ദർ എ ഗ്രേറ്റ് ഹ്യൂമിലിയേഷൻ ഇൻ ദിസ് വേൾഡ് ദാൻ എ മാൻ ബോയിങ് ബിഫോർ അനദർ? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിച്ച് തൊഴുതു നിൽക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ അപമാനകരം, ഹ്യൂമിലിയേഷൻ മറ്റെന്തുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കൊണ്ടൂർ വിഷൻ കുറച്ചൊക്കെ ഒരു റീഡിങ്ങും കുറച്ചൊരു നോളജൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഐ സഫേർഡ് ഇറ്റ് ടു ഫോർ സുധാകരൻ സേക്ക്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം അനുഭവിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ആകെയുള്ളത് ഈ ഒരു ഭൂമിയും ഈ ഒരു സ്ഥലവും മാത്രമാണ്. ഓക്കെ, മറ്റുള്ള ഞാൻ ജോലി ചെയ്യുന്ന ക്യാഷ് മൊത്തം ഞാൻ ഈ ബാങ്കിന് വേണ്ടി അടച്ചിട്ടുണ്ട്. ശരി മാധവൻ നായർ, ഇൻ ദി കേസ് ഓഫ് സച്ച് എ സിൻസിയർ surety that to a cheated one, can't we expect some kind of clemency? Clemency means mercy, daya, from the bank like you write of agriculture debts. അപ്പോൾ ന്യൂസ് റീഡർ ചോദിക്കാണ് മാധവൻ നായരോട്, ആ ബാങ്കിൻ്റെ സെക്രട്ടറിയോട് ചോദിക്കാണ്, ഈ അഗ്രികൾച്ചർ ഈ കാർഷിക ലോണുകളൊക്കെ എഴുതി തള്ളുന്ന പോലെ ഇത് എഴുതി തള്ളിക്കൂടെ? കാരണം ഇങ്ങനെയൊരു മനുഷ്യൻ ഇത്രയും പരിതാപകരമായ സിറ്റുവേഷനിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹമാണെങ്കിലോ ചതിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെന്ന് ചോദിക്കുന്നുണ്ട്. ഇഫ് യു ബിഗിൻ റൈറ്റിംഗ് ഓഫ് ഡെപ്റ്റ്സ് ഓൺ ദ ക്രിയേഷൻ ഓഫ് ടീയേഴ്സ്. അപ്പോൾ ബാങ്ക് സെക്രട്ടറി മറുപടി പറയുന്നുണ്ട്, കണ്ണീരിനെ അടിസ്ഥാനമാക്കി നമ്മൾ കടമെഴുതി തള്ളാൻ നിന്നാൽ എന്ത് സംഭവിക്കും? വി വിൽ ഹാവ് ടു ക്ലോസ് ഡൗൺ ദ ബാങ്ക് ആൻഡ് സ്റ്റേ അറ്റ് ഹോം. ബാങ്കൊക്കെ ക്ലോസ് ചെയ്ത് ഷട്ടറൊക്കെ ഇട്ട് വീട്ടിലിരിക്കേണ്ടി വരും. വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ അൺകീപ്പ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു മനുഷ്യരാശി അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിനെ അവരെ പരിപാലിക്കാനല്ല ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അതല്ല. ദ ബാങ്ക്സ് ജോബ് ഈസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. പണം ട്രാൻസാക്ഷൻ ചെയ്യുക, അതിൻ്റെ റൂളിലൂടെ പോവുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ജോലി. അവിടെ ഇമോഷൻ ഒരു വാല്യൂ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഫ് ദ ഡെപ്റ്റ് ഈസ് നോട്ട് റിപ്പൈഡ് വി വിൽ കൺഫിസ്കേറ്റ് വിക്ഷൻസ് പ്രോപ്പർട്ടി. അദ്ദേഹം ആ ഒരു 90,000 രൂപയുടെ മേലെയുള്ള സംഖ്യ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ വീട് സ്ഥലവും ജപ്തി ചെയ്യും. ഓക്കെ, I think this is enough for today, and let us discuss the rest part on the next class. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ശ്രീ നായർ ഹാസ് മെയ്ഡ് ദ ബാങ്ക്സ് പൊസിഷൻ. ആ ഒരു സെൻറ്റൻസ് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഓക്കെ,
ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ഒരു ഓവറോൾ ഒരു സമ്മറി നിങ്ങളുടെ മൈൻഡിലോട്ട് കയറ്റുക. കുണ്ടൂർ വിഷൻ എന്നുള്ള 45 വയസ്സുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ ഈ ഒരു പ്രൊട്ടാഗോണിസ്റ്റായിട്ട് ഇവിടെയുള്ളത് ഷോർട്ട് സ്റ്റോറിയിലെ. അപ്പോൾ അദ്ദേഹം മീഡിയ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഈ മീഡിയ ചർച്ച കുറച്ച് കഴിഞ്ഞാൽ മാറുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ മറ്റു തലങ്ങളിലോട്ട് ഈ സ്റ്റോറി മൂവ് ചെയ്യുന്നുണ്ട്. മീഡിയ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കൺക്ലൂഡ് ചെയ്യും. മീഡിയ ചർച്ച ഇതിൽ കൺക്ലൂഡ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നെ സ്റ്റോറി മറ്റൊരു പ്ലോട്ട് ലൈനിലോട്ടൊക്കെ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഈ ഒരു ഇതുവരെയുള്ള സ്റ്റോറി ലൈൻ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എനിവേ ബൈ.